ദൈവത്തിന് സ്തോത്രം. എന്നെ കുടുംബത്തോടെ സാക്ഷിയായി നിർത്തിയതിന് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് സീന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സതീഷ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 13 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടുത്തെ എല്ലാ ആരാധനകളിലും ഞങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കും. അങ്ങനെ ഇരിക്കെ 2019 പുതുവർഷ ആരാധനയിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വലിയവനായ ദൈവം എൻ്റെ ഗർഭത്തെ തൊട്ടു. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. സെപ്റ്റംബർ മാസം ഒരു മകനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി. സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. സങ്കീർത്തനം 34:17 വചനം. സങ്കീർത്തനം 34:17. സംഗീതം 34:17. Psalm 34:17. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നീതിമാന്മാരെ വിടുവിച്ചു. ആമേൻ, ആമേൻ. നീതിമാന്മാർ നിലവിളിച്ചു, നിലവിളി ദൈവം കേട്ട് അവരുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. കഷ്ടം, നീതിമാന്റെ സർവ കഷ്ടങ്ങളിൽ നിന്നും മോചനം നൽകുന്ന നല്ല ദൈവം. ആർക്ക് കഷ്ടം? ആർക്ക് കഷ്ടമില്ല? ഭക്തൻ യോബ് എഴുതുന്ന 14:1 എല്ലാവർക്കും കഷ്ടം. ഒരു സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണൻ. God's a devout man, Job says, suffering for all. ആർക്ക് കഷ്ടമില്ല? എല്ലാവർക്കും കഷ്ടം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണൻ. കഷ്ടം 2 തരത്തിലാണ്. 1 പത്രോസ് 2:20, 2 തിമോത്തിയോസ് 3:12 പ്രകാരം ദുഷ്ടന് അവൻ ചെയ്യുന്ന അക്രമ മുഖാന്തരം കിട്ടുന്ന അടി അവന് കഷ്ടം. സങ്കീർത്തനക്കാരൻ അതിന് ഒരു വേറെ പേര് നൽകുന്ന അനർത്ഥം. അനർത്ഥം, അനർത്ഥം ദുഷ്ടന് കൊല്ലും. നീതിമാന്റെ വീട് വാതിൽ അടുത്തുപോലും അനർത്ഥം വരികയേയില്ല. ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാ പേർക്കും വരുന്ന കഷ്ടത്തിൻ്റെ പേര് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന ഉപദ്രവം. ഉപദ്രവം 2 തിമോത്തിയോസ് 3:12. നീതിമാന് വരുന്നത് അനർത്ഥമല്ല, ഉപദ്രവം.
നീ നിലവിളിച്ചാൽ, ഇന്ന് ദുഷ്ടന്റെ ഭാഗമേ നാം ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് നീതിമാന്റെ നിലവിളിയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന മോചനവും ധ്യാനിച്ച് നാം കർത്താവിനെ ഇന്ന് തൊടും. കർത്താവിൻ്റെ സ്വരം നാം ഇന്ന് ക്ലിയറാ കേൾക്കും. അവൻ നമ്മെ ഇന്ന് സ്പർശിക്കും. തകർച്ചയും യുദ്ധവും ശണ്ടയും വ്യാകുലവും നമ്മെ ചുറ്റും ഈ ആണ്ട് നടക്കുമെങ്കിലും നിന്റെ രോമത്തിൻ്റെ അറ്റം തൊടുവാൻ ദൈവം ആരെയും വിടുകയില്ല. ദൈവമക്കൾക്ക് ഇത് സമൃദ്ധിയുടെ ആണ്ട്, അനുഗ്രഹത്തിൻ്റെ ആണ്ട്. നാം ദൈവസന്നിധിയിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കിത് ഒരു വിജയത്തിൻ്റെ ആണ്ട്. ആമേൻ. കഷ്ടത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, മകനെ, കഷ്ടം കണ്ട് നീ ദൈവത്തെ വിട്ടിട്ട് നീ ഓടിക്കളയരുത്. കഷ്ടം സഹിക്ക, കഷ്ടം സഹിക്ക. അന്ന് തിമോഥെയോസിന് പൗലോസ് ആഹ്വാനം നൽകിയത്, ഇന്ന് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വേലക്കാരൻ മുഖാന്തരം നിങ്ങളോട് അരുളി ചെയ്യുന്ന, മക്കളെ, കഷ്ടം സഹിക്ക. endure affliction, endure suffering. 2 തിമോഥെയോസ് 2:3. കഷ്ടം സഹിക്ക, കഷ്ടം സഹിക്ക. നീ കൊയ്തെടുക്കും, ഫലം കൊയ്തെടുക്കും. കാരണം കഷ്ടത ഒരു വാഗ്ദത്തം പോരാ. Suffering in respect of a righteous man, the Bible records it is the promise from God. നീതിമാന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് ദൈവസന്നിധിയിൽ നിന്ന് നിന്നെ ലാക്കാക്കി വരുന്ന വാഗ്ദത്തമാണ്. നമ്പർ 1, കഷ്ടത ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഒരു വരദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. 3, കഷ്ടത നന്മയുടെ മറുരൂപമാണ്. ആമേൻ. ഓരോ വാക്കും വള്ളി പുള്ളിയും സുന്ദർ സിംഗിൻ്റെ തലച്ചോറിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് നിന്നെ ലാക്കാക്കി വരുന്നതാണ്. സഫറിംഗ് ഈസ് എ പ്രോമിസ്. ബൈബിൾ മതഗ്രന്ഥമല്ല, ജീവനുള്ള ഏക സത്യ ദൈവം തൻ്റെ ജനത്തിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. എ ബുക്ക് ഓഫ് പ്രോമിസസ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം, ഈ ദൈവം ക്രിസ്തു യേശു എന്നുള്ള സത്യ ദൈവം നിന്നെ മോചിക്കുന്ന ദൈവമാണ്, പിടിച്ച് തള്ളുന്ന ദൈവമല്ല. മോചിക്കുവാൻ വേണ്ടി വന്നവൻ, മോചിക്കുവാൻ വേണ്ടി തകർക്കപ്പെട്ടവൻ, നിന്നെ മോചിക്കുവാൻ വേണ്ടി രക്തം ചൊരിഞ്ഞവൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ രക്ഷിതാവ്, നമ്മെ രക്ഷിക്കുന്നവൻ, ക്രിസ്തു എന്നുള്ള രക്ഷിതാവ്, റിഡീമർ, മോചനം നൽകുന്നവൻ. സങ്കീർത്തനം 32:5 പ്രകാരം, സങ്കീർത്തനം 103:12 പ്രകാരം, 1 തിമോഥെയോസ് 2:6 പ്രകാരം പാപത്തിൽ നിന്ന് മോചനം നൽകുന്നവൻ. സങ്കീർത്തനം 103 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാപം, അക്രമം, അന്യായം, ഇരുള് നമ്മിൽ നിന്ന് അകറ്റുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ. പാപം അറിയാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. 2 കൊരിന്ത്യർ 5:21 പ്രകാരം, 1 തിമോഥെയോസ് 3:5 പ്രകാരം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
15-ാം ഭജനത്തിൻ പ്രകാരം ക്രിസ്തു യേശു എന്നുള്ള പൊന്നു ദൈവം പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപത്തിൽ നിന്ന് നിന്നെയും എന്നെയും മോചിക്കുവാൻ വന്നവൻ, പാപമോചനം നൽകുന്നവൻ, നിന്നിൽ നിന്ന് എന്നിൽ നിന്ന് പാപത്തെ അകറ്റുന്നവൻ. 1 തിമോത്തിയോസ് 2:6 നമ്മെ പഠിപ്പിക്കുന്ന എല്ലാവരുടെ പാപത്തിനായും തന്നെത്താൻ മറുവിലയായി നൽകിയ മഹാപരിശുദ്ധമുള്ള ദൈവം. മറുവില, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അക്രമങ്ങൾക്ക് മറുവില കൽപ്പിക്കുവാൻ പിതാവാം ദൈവം തൻ്റെ ഏകജാതനൻ നമുക്ക് വേണ്ടി, അത് ഐസയ പ്രവാചകൻ 53:6 എഴുതുന്നു, നമ്മുടെ അക്രമം യേശുവിൻ്റെ തോളിന്മേൽ വെച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പത്രോസ്ലീഗ എഴുന്നേറ്റ് നിന്ന് ആത്മനിറവിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ദൂത് അറിയിക്കുന്ന, മറ്റു ഒരുവനിലും രക്ഷയില്ല. അപ്പോസ്തലർ 4:12 സ്വർഗത്തിൻ്റെ താഴെ ഭൂമിക്ക് മേലെ മനുഷ്യ നീ രക്ഷപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശുവിൻ്റെ നാമം ഒഴികെ. അത് ഒരു വാഗ്ദത്തം, ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തം. രണ്ടാമതൊരു വാഗ്ദത്തം, രക്ഷ മാത്രമല്ല, നിത്യരക്ഷ. നിത്യരക്ഷ. റോമർക്ക് എഴുതിയ ലേഖനം 6:23 നമ്മെ പഠിപ്പിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം, പിതാവാം ദൈവത്തിൻ്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യ ജീവൻ. അതൊരു വാഗ്ദത്തം. റോമർ 6:23 പ്രകാരം, മത്തായി സുവിശേഷം 25:50 പ്രകാരം, അപ്പോസ്തല പ്രവൃത്തികൾ 24:15 പ്രകാരം, ദാനിയേൽ പ്രവചനം 12:2 പ്രകാരം, യോഹന്നാൻ 5:29 പ്രകാരം, നിത്യ ജീവൻ എന്നുള്ള നിത്യ രക്ഷ. സെമിട്രി അല്ല നമ്മുടെ അവസാനം, സ്വർഗമാണ് നമ്മുടെ അവസാനം. ആമേൻ. നിത്യ രക്ഷ, നിത്യ ജീവൻ ദൈവം നമുക്ക് നൽകിയ ഒരു വാഗ്ദത്തം. പാപമോചനം ദൈവം നൽകിയ വാഗ്ദത്തം. ഇതെല്ലാം കിട്ടിയിട്ട് ക്ഷാമത്തിൽ, കഷ്ടത്തിൽ, വിശപ്പിൽ, യുദ്ധത്തിൽ നെടുവീർപ്പെടാൻ അല്ല ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ജീവനോട് വച്ചിരിക്കുന്നത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തൻ്റെ ജനത്തിന് സമൃദ്ധി അവൻ നൽകുന്നില്ല എങ്കിൽ അവൻ വേറെ ആർക്ക് നൽകും? വേറെ ആർക്ക് നൽകും? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് നിനക്ക് ഉണ്ടാകുന്നു. സദൃശവാക്യം 10:22 നാം ആരാധിക്കുന്ന സത്യ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്ത് നിനക്ക് ഉണ്ടാകുന്നു. എഫേസ്യർ 1:3 നമ്മെ പഠിപ്പിക്കുന്നു, പിതാവാം ദൈവം ക്രിസ്തു യേശു മുഖാന്തരം സർവ ആത്മീയ അനുഗ്രഹങ്ങളും തരും എന്നല്ല, തന്നു കഴിഞ്ഞു എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്നാൽ എല്ലാ ആളുകൾക്കും ആശ്വാസം. ആശ്വാസം, ആൻസൈറ്റി അല്ല, പ്രശ്നമല്ല. മത്തായി 11:28 എൻ്റെ അടുക്കൽ എല്ലാവർക്കും ആശ്വാസം ഉണ്ട്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം തരുന്ന തമ്പുരാൻ. മത്തായി സുവിശേഷം 6:33 എഫേസ്യർ 6:20 നമ്മെ പഠിപ്പിക്കുന്നു, നീ നനയ്ക്കുന്നതിലും, ഇറ്റ് ഇസ് എ തമിഴ് വേർഡ്, അതിൻ്റെ അർത്ഥം നീ ചിന്തിക്കുന്നതിലും, നീ അവനോട് വാവിട്ട് ചോദിക്കുന്നതിലും അത്യന്തം പരമായി.
നിനക്ക് തരുവാൻ മനസ്സുള്ള നല്ല ദൈവം. ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. അതോടൊപ്പമുള്ള വാഗ്ദത്തമാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇറ്റ്സ് എ പ്രോമിസ്. ഇറ്റ്സ് എ പ്രോമിസ്. യോഹന്നാൻ 16:33 ഇറ്റ്സ് എ പ്രോമിസ്. ദൈവ മക്കൾക്ക് കഷ്ടമുണ്ട്, നീതിമാന് കഷ്ടമുണ്ട്, നേരായി നടക്കുന്നവന് കഷ്ടമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ചെല്ല മക്കൾക്ക് ഭൂമിയിൽ കഷ്ടം ഉണ്ട്. ഇറ്റ്സ് എ പ്രോമിസ് ഫ്രം ഗാഡ്. അത് ദൈവസന്നിധിയിൽ നിന്ന് എഴുതപ്പെട്ട ഒരു വാഗ്ദത്തമാണ്. യോബ് എഴുതുന്ന 7:18 എപ്പോഴെങ്കിലും ഒരു നാളല്ല കഷ്ടം, മാത്രതോറും. അങ്ങനെയാണ് മലയാള ബൈബിളിൽ രേഖപ്പെടുന്നത്. മാത്രതോറും. എവറി മോമെന്റ് affliction will war against every righteous man. ഓരോ നിമിഷവും മാത്രതോറും. അതൊരു വാഗ്ദത്തം. കഷ്ടത ഒരു വാഗ്ദത്തം. രണ്ടാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന കഷ്ടത ഒരു വരദാനം. ആമേൻ, ഹല്ലേലൂയ. സഫറിംഗ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്. അത് ഒരു വരദാനം. മർക്കോസ് സുവിശേഷം 9:23 വിശ്വസിക്കുന്നവന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, ഈ കറുത്ത പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ച സകല വാഗ്ദത്ത വചനത്തിലും വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. അത് വിശ്വാസത്തിന്റെ ഒരു ലെവൽ. ആമേൻ. അടുത്ത ഒരു ലെവലുണ്ട്. വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. അടുത്ത ലെവൽ, പിതാവാം ഏക മകൻ ക്രിസ്തുവിൽ പിതാവാം ദൈവത്തിന്റെ ഹിതപ്രകാരം, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ എന്തെല്ലാം വിശ്വസിക്കുന്നുവോ അത് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നീ എന്തെല്ലാം വിശ്വസിക്കുന്നുവോ, എന്തെല്ലാം ചോദിക്കുന്നുവോ, ആദ്യം വിശ്വാസത്തിന്റെ ആദ്യ ലെവൽ, നീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് യാചിക്കുന്നത് എല്ലാം ദൈവത്തിന് നിനക്ക് തരുവാൻ കഴിയും. ഇത് ആദ്യ ലെവൽ. രണ്ടാമത്തെ ലെവൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 യോഹന്നാൻ 5:14 ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നീ എന്തെല്ലാം യാചിക്കുന്നുവോ അതെല്ലാം തരുവാൻ ദൈവത്തിന് കഴിയും. അടുത്ത ലെവൽ. മൂന്നാമത് ഒരു ലെവൽ ഉണ്ട്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, യോബ് എഴുതുന്ന, എല്ലാം നഷ്ടമായ യോബ് നിലവിളിയോട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, ഇനി അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അടുത്ത ലെവൽ അല്പം കഷ്ടമാണ്. നെബൂഖദ്നേസർ എംപറർ ലോകം കണ്ടിട്ടുള്ള 4 സാമ്രാജ്യങ്ങളിൽ കെടുകെട്ടി. ദൈവമക്കൾ 3 പേരുടെ മുമ്പിൽ നിന്ന് അവൻ പരിഹസിച്ചു, അട്ടഹസിക്കുന്നു. ലെറ്റ് മീ സീ ഹൂ ഷാൽ സെറ്റ് യു ഫ്രീ. ദാനിയേൽ 3:16 നിങ്ങളെ ഞാൻ അഗ്നിയിൽ എറിയും, വിടുവിക്കുന്നവൻ ആരെന്ന് കാണട്ടെ. ദാനിയേലുടെ സംഗാതികൾ 3 പേരും മറുപടി നൽകി, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ മോചിക്കും. എൻ്റെ ദൈവം ഞങ്ങളെ മോചിക്കാതിരുന്നാലും ഞങ്ങൾ എൻ്റെ ദൈവത്തെ തന്നെ സേവിക്കും. അടുത്ത ലെവൽ, അടുത്ത ലെവൽ. എല്ലാം കഴിയും. ആദ്യ ലെവൽ ദൈവഹിതപ്രകാരം ചോദിച്ചാൽ എല്ലാം കഴിയും. രണ്ടാമത്തെ ലെവൽ, ഒന്നും കഴിയാതിരുന്നാലും എൻ്റെ ദൈവം അവൻ തന്നെയാണ്. അത് മൂന്നാമത്തെ ലെവൽ. നാലാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പ്രസംഗി 9:2 8:14 എല്ലാവർക്കും എല്ലാം ഒരുപോലെ,
യാഗം അർപ്പിക്കുന്നവനും യാഗം അർപ്പിക്കാത്തവനും എല്ലാം ഒരുപോലെ, പ്രാർത്ഥനയ്ക്ക് വരുന്നവനും പ്രാർത്ഥിക്കാത്തവനും എല്ലാം ഒരുപോലെ, വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എല്ലാം ഒരുപോലെ. ഞാൻ നിലവിളിച്ചിട്ടും എനിക്ക് ഒന്നും കിട്ടുന്നില്ല. നിലവിളിക്കാത്ത അവൻ സമൃദ്ധിയിൽ പൊങ്ങി നിൽക്കുന്നു. എന്നിട്ടും ഞാൻ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് മുമ്പിൽ പോകും. സ്തോത്രം വരുന്നില്ല. ഇത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ലെവൽ. സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ലെവലിൽ? 2024 കഴിഞ്ഞ് 25 കാൽ വയ്ക്കാൻ ദൈവം അനുവദിച്ചു. In which level you are fixing your foot today? നിങ്ങൾ ഏത് ലെവലിൽ? പൗലപ്പോസ്തലൻ എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വചനത്തിൽ, അത് ദൈവം തന്നെ വച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. അതാണ് കഷ്ടത ഒരു വരദാനം, കഷ്ടത ഒരു വാഗ്ദത്തം. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത നമുക്കൊരു നന്മയാണ്. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:28, അവസാനം എന്തായി തീരുമെന്ന് ആദ്യമേ അറിയുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. God declares the end even in the beginning. നന്നറിയുന്നവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തള്ളക്കഴുകൻ കുഞ്ഞു കഴുകൻ്റെ കൂട് അനക്കുന്നത് കൊല്ലാൻ വേണ്ടിയല്ല, പറക്കാൻ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ, ആമേൻ. വിലാപ പുസ്തകത്തിൽ ജെറമ്യ എഴുതുന്നു, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു യുവതിക്ക് നല്ലത്, ഒരു യുവാവിന് നല്ലത്. കഷ്ടത ഒരു നന്മയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന. ആകയാൽ നാം കഷ്ടതയ്ക്കായി, ദൈവമക്കളായ നാം കഷ്ടതയ്ക്കായി 1 തെസ്സലോനിക്കർ 3-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കഷ്ടത അനുഭവിപ്പാൻ നാം ഈ ഭൂമിയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ജോസേഫ് എന്നുള്ള ഭക്തൻ, ചരിത്രം നമുക്ക് നന്നാ അറിയാം. അവസാനം 50-20 ഉൽപ്പത്തി 50-20 പറയുന്ന സ്വർണ്ണ അക്ഷരങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവിച്ച ദോഷം പലർക്കും അത് ദൈവം ഗുണകരമായി തീർത്ത്. മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ച കഷ്ടം, സ്വന്തം ഉടമ്പുറപ്പുകൾ വില കുറച്ചെന്നെ വിറ്റ്, എങ്ങനെ വിറ്റാലും 30 വെള്ളിക്കാശ് കിട്ടും. എന്നെ മാനം കെടുത്തുവാൻ 20 വെള്ളിക്കാശിന് വിറ്റ് നഗ്നനാക്കി പൊട്ടക്കിണറ്റിലിറങ്ങി കാലിൽ വിലങ്ങിട്ട് പൂട്ടി ചൂട് മണലിൽ എന്നെ മിസ്രയീം വരെ ഇഴുത്ത്, ചെയ്യാതെ കുറ്റത്തിന് 2 ആണ്ടുകൾ ആമത്തിലിട്ട് പൂട്ടി ജയിലിലടച്ചു. തിന്മയ്ക്കായി, മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം തിന്മയ്ക്കായി.
ഭവിച്ചതോ നന്മയായി അത് ഭവിച്ചു. ആമേൻ. പരിഹാസം മാനത്തിന് കാരണമാക്കി തീർക്കുന്ന ദൈവം. നിന്റെ ജീവിതത്തിൽ വരുന്ന പരിഹാസം, ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം, സ്വന്തം അപ്പന്റെ വീട്ടിൽ നിന്ന് നീ വേശ്യയുടെ മകനടാ എന്ന് സ്വന്തം ഉടമ്പുറപ്പുകൾ ഭക്തൻ യിഫ്താഹിനെ വീട് വിട്ട് ഇറക്കി വിട്ട് സ്വർഗം കണ്ട് സ്വന്തം അപ്പന്റെ വീട്ടിൽ നിന്ന് നീ വേശ്യയുടെ മകൻ, അവന് അവർക്ക് ദൈവം സേനാധിപനായി മാറ്റി, തലവനായി മാറ്റി. നീ അനുഭവിക്കുന്ന പരിഹാസം മാനത്തിന് കാരണമായി തീരും. ജഡത്തിന്റെ സന്താനം ഇസ്മവേൽ, വാഗ്ദത്ത സന്താനം ഇസഹാക്കിനെ സ്വന്തം വീട്ടിൽ വെച്ച് പരിഹസിച്ചു. എല്ലായിടവും ക്ഷാമം കൊണ്ട് കത്തി നശിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ഇസഹാക്കിനെ മാത്രം അനുഗ്രഹിച്ചു. നീ അനുഭവിക്കുന്ന പരിഹാസം നിന്റെ മാനത്തിന് കാരണമായി തീരും. നിന്റെ മുമ്പിൽ നിന്നെ ലാക്കാക്കി കാർന്ന് തിന്നുവാൻ വരുന്ന ക്ഷാമം നിന്റെ ക്ഷേമത്തിന് കാരണമായി തീരും. നിന്റെ ജീവിതത്തിലെ ആണ്ടുകളായി നീ ചുമക്കുന്ന കുറവ് നിറവിന് കാരണമായി തീരും.